ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ വിശ്വപ്രസിദ്ധമായ രചന സാദുൽ മആദ് ഫീ ഹദി ഖൈറിൽ ഇബാദ് എന്ന ഗ്രന്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഹരിച്ചിരുന്നതിനെ അന്നമായി ഉപയോഗിച്ചതിനെ വിശദീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമാതൃക കൽവിഷയത്തിൽ എങ്ങനെയായിരുന്നു എന്നത് നമ്മൾ പഠിക്കുന്നതിന് വേണ്ടി അതിവിടെ പ്രത്യേകം നമ്മൾ വായിക്കേണ്ട ഒരു വിഷയമാണ്. ചില പാഠങ്ങളും ചില മാതൃകകളും പ്രത്യേകം നമ്മൾ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി അദ്ദേഹം പറയുന്നത് കാന ഹദിയുഹു വസീറതുഹു ഫി തആം, ഭക്ഷണ വിഷയത്തിൽ തിരുദൂതരുടെ മാതൃകയും ചരിത്രവും ആയിരുന്നു എങ്ങനെ ലാ യറുദ്ദു മൗജൂദൻ വലാ യതകല്ലഫു മഫ്ഖൂദൻ, ലഭ്യമായത് തള്ളുമായിരുന്നില്ല, ലഭ്യമല്ലാത്തത് ലഭിക്കുവാൻ പെടാപാടുപെടുകയും ചെയ്യുമായിരുന്നില്ല. ഫമാ ഖുർരിബ ഇലൈഹി ശൈഉൻ മിന തയ്യിബാത്ത് ഇല്ലാ അകലഹു, തയ്യിബാത്ത് വിശിഷ്ടമായത് ഏതൊന്ന് തന്നിലേക്ക് സമർപ്പിച്ചുവോ അത് അദ്ദേഹം ഭക്ഷിക്കുമായിരുന്നു. ഇല്ലാ അൻ തആഫഹു നഫ്സുഹു ഫയത്റുകുഹു മിൻ ഗൈരി തഹ്രീം, തന്റെ മനസ്സിന് ഇണങ്ങാത്തത് സമർപ്പിക്കുകയായാൽ അത് ഹറാമാക്കാതെ നിഷിദ്ധമാക്കാതെ അതിൽ നിന്ന് വിട്ടുനിൽക്കുമായിരുന്നു. വമാ ആബ തആമൻ ഖത്ത്, ഒരു ഭക്ഷണത്തെയും ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടില്ല. ഇനിഷ്തഹാഹു അകലഹു വഇല്ലാ തറകഹു, അത് ഇഷ്ടപ്പെട്ടാൽ ഭക്ഷിക്കും, അല്ല എങ്കിൽ വേണ്ടെന്ന് വെക്കും. കമാ തറക അകല ദബ് ലമ്മാ ലം യഅതദുഹു, ഉടുമ്പിന്റെ മാംസം വേണ്ടെന്ന് വെച്ചതുപോലെ, കാരണം അദ്ദേഹം അത് തിന്ന് ശീലിച്ചിരുന്നില്ല. വലം യുഹർരിമുഹു അലൽ ഉമ്മ, എന്നാൽ ഉമ്മത്ത് ഉടുമ്പ് മാംസം ഭക്ഷിക്കുന്നത് അവിടുന്ന് നിഷിദ്ധമാക്കുകയും ചെയ്തില്ല. ബൽ ഉകില അലാ മാഇദതി വഹുവ യൻദുർ, തിരുദൂതർ നോക്കി നിൽക്കെ അവിടുന്ന് ഇരുന്ന ഭക്ഷണ തളികയിൽ ഉടുമ്പ് മാംസം ഭക്ഷിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട്. വ അകലൽ ഹൽവ, അവിടുന്ന് ഹൽവ ഭക്ഷിച്ചു. വൽ അസൽ, തേനും. വകാന യുഹിബ്ബുഹുമ, ഹൽവയും അസലും അവിടുന്ന് ഏറെ ഇഷ്ടപ്പെടുമായിരുന്നു. വഅകലൽ ലഹ്മൽ ജസൂർ വദ്ദജാജ്, ഒട്ടകമാംസം, ആടുമാംസം, കോഴിമാംസം ഇതൊക്കെ അവിടുന്ന് ഭക്ഷിച്ചു. വലഹ്മൽ ഹുബാറ, ഹുബാറയുടെ മാംസവും, ഹുബാറ എന്ന് പറഞ്ഞാൽ ഒരു തരം പക്ഷിയാണ്. വലഹ്മ ഹിമാരിൽ വഹ്ശി വൽ അർനബി, അവിടുന്ന് കാട്ടുപശുവിന്റെയും മുയലിന്റെയും മാംസം ഭക്ഷിച്ചിട്ടുണ്ട്. വതആമൽ ബഹർ, സമുദ്രത്തിലെ മത്സ്യാഹാരം ഭക്ഷിച്ചിട്ടുണ്ട്. വഅകല ശിവാഅ, പൊരിച്ചത് ഭക്ഷിച്ചിട്ടുണ്ട്. വഅകല റുതബ വത്തമർ, റുതബ് കാരക്കയും തമ്രും ഭക്ഷിച്ചിട്ടുണ്ട്. വശരിബൽ ലബന ഖാലിസൻ വമശൂബൻ, പാല് കുടിച്ചിട്ടുണ്ട്, അതേപോലെ അത് മോരാക്കിയതും കുടിച്ചിട്ടുണ്ട്. വസവീഖ്, സവീഖ് ഭക്ഷിച്ചിട്ടുണ്ട്. സവീഖ് എന്ന് പറഞ്ഞാൽ ഒരു തരം മധുര പലഹാരമാണ്. വൽ അസല ബിൽമ, വെള്ളം ചേർത്ത് തേൻ കുടിച്ചിട്ടുണ്ട്. വശരിബ നഖി അത്തമർ, കാരക്കയുടെ ചാറ് കുടിച്ചിട്ടുണ്ട്. അത് ലഹരിയാകുന്നതിന് മുമ്പുള്ള അവസ്ഥക്കാണ് നഖി അൽ തമർ എന്ന് പറയുക. അതുപോലെ വഅകലൽ ഖസീറത, ഖസീറത്ത് അവിടുന്ന് ഭക്ഷിച്ചിട്ടുണ്ട്. ഖസീറത്ത് എന്ന് പറഞ്ഞാൽ വഹിയ ഹിസാഉൻ യുത്തഖദു മിനൽ ലബനി വദ്ദഖീഖ്, പാലും മാവും ചേർത്തുണ്ടാക്കുന്ന ഒരു തരം സൂപ്പാണ്. വഅകലൽ ഖിസ്സാഅ ബിർറുതബ്, റുതബ് കാരക്കയും കൂട്ടി വെള്ളരി ഭക്ഷിച്ചിട്ടുണ്ട്. വഅകലൽ അഖിത, പാൽക്കട്ടി ഭക്ഷിച്ചിട്ടുണ്ട്. വഅകല തംറ ബിൽ ഖുബ്സ്, റൊട്ടി കൂട്ടി കാരക്ക ഭക്ഷിച്ചിട്ടുണ്ട്. വഅകലൽ ഖുബ്സ ബിൽ ഖൽ, റൊട്ടി സുർക്കയിൽ കൂട്ടി കഴിച്ചിട്ടുണ്ട്. വഅകല സരീദ, സരീദ് ഭക്ഷിച്ചിട്ടുണ്ട്. സരീദ് എന്ന് പറഞ്ഞാൽ വഹുവൽ ഖുബ്സു ബിൽ ലഹം, റൊട്ടിയും മാംസവും ചേർത്തുണ്ടാക്കുന്ന ഭക്ഷണമാണ്. വഅകലൽ ഖുബ്സ ബിൽ ഇഹാലതി വഹിയൽ വദകു വഹുവ ശഹ്മുൽ മുദാബ്, ഉരുക്കിയ നെയ്യ് അതാണ് ഇഹാലത്ത്, അത് കൂട്ടി റൊട്ടി ഭക്ഷിച്ചിട്ടുണ്ട്. വഅകല മിനൽ കബദിൽ മശ്വിയ, പൊരിച്ച കബദ് കരൾ ഭക്ഷിച്ചിട്ടുണ്ട്. വഅകലൽ ഖദീദ്, ഖദീദ് ഭക്ഷിച്ചിട്ടുണ്ട്. ഖദീദ് എന്നാൽ ഉണക്കിയ മാംസമാണ്. വഅകല ദുബ്ബ അൽ മത്ബൂഖ, വേവിച്ച ചുരങ്ങ ഭക്ഷിച്ചിട്ടുണ്ട്. വകാന യുഹിബ്ബുഹ, വേവിച്ച ചുരങ്ങ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടുമായിരുന്നു. വഅകലൽ മസ്ലൂഖ, അവിടുന്ന് മസ്ലൂഖ ഭക്ഷിച്ചിട്ടുണ്ട്. മസ്ലൂഖ എന്ന് പറഞ്ഞാൽ ഒരു തരം ചീരയാണ്. വഅകല സരീദ ബിസ്സമൻ, നെയ്യ് ചേർത്ത് സരീദ് ഭക്ഷിച്ചിട്ടുണ്ട്. സരീദ് നമ്മൾ പറഞ്ഞു മാംസവും റൊട്ടിയും ചേർത്തുണ്ടാക്കുന്ന ഒരു തരം ഭക്ഷണം. വഅകലൽ ജുബൻ, അവിടുന്ന് ജുബിന് ഭക്ഷിച്ചിട്ടുണ്ട്. ജുബിൻ എന്ന് പറഞ്ഞാൽ ഒരു തരം വെണ്ണയാണ്. വഅകലൽ ഖുബ്സ ബിസ്സൈത്ത്, സൈത്ത് ചേർത്ത് റൊട്ടി ഭക്ഷിച്ചിട്ടുണ്ട്. വഅകലൽ ബിത്തീഖ ബിർറുതബ്, റുതബ് കാരക്ക ചേർത്ത് ബത്തക്ക കഴിച്ചിട്ടുണ്ട്. വഅകല തംറ ബിസ്സുബ്ദ്, വെണ്ണ കൂട്ടി കാരക്ക ഭക്ഷിച്ചിട്ടുണ്ട്. വകാന യുഹിബ്ബുഹു, തിരുദൂതർ അത് ഇഷ്ടപ്പെടുമായിരുന്നു.